ഹായ്, ഏവർക്കും +1 പബ്ലിക് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നടന്ന ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ മികച്ച നിലവാരം പുലർത്തി എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അതിന്റെ അടിസ്ഥാനത്തിൽ മെജോറിറ്റി കുട്ടികൾക്കും എക്സാമിനേഷൻ ബുദ്ധിമുട്ട് എന്ന അഭിപ്രായമാണ് വന്നിട്ടുള്ളത്. തീർച്ചയായും സ്ഥിരം ചോദിക്കുന്ന പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഇന്നലത്തെ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സ് എക്സാമിനേഷന് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ മെജോറിറ്റി വിദ്യാർത്ഥികൾക്കും അത് ബുദ്ധിമുട്ടാകാനാണ് സാധ്യത. എന്നാൽ കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ അത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാൽ ഒരു 10% ക്വസ്റ്റ്യൻ, വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യനും ഇതിനകത്തുണ്ടായിരുന്നു. ആവറേജ് കുട്ടികൾക്കും A+ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ് എൻ്റെ വിലയിരുത്തൽ. തീർച്ചയായിട്ടും ഇതിന്റെ ആൻസേഴ്സ് അറിയണം എന്ന് ഒത്തിരി വിദ്യാർത്ഥികൾക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ സയൻസ് വിദ്യാർത്ഥികൾക്ക് കൊമേഴ്സുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടെയാണ് ഈ വീഡിയോയിൽ കൂടെ നൽകുന്നത്. സോ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്തി അതിന്റെ ആൻസേഴ്സ് ഒന്ന് ഓടിച്ച് ഡിസ്കസ് ചെയ്യുന്നു. തീർച്ചയായും ഇപ്പോഴത്തെ നിഗമനത്തിൽ 2 ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉള്ളതായി മനസ്സിലാക്കുന്നു. ചിലപ്പോൾ 5 മാർക്ക് വരെ സ്കീം ഫൈനലൈസേഷൻ സമയത്ത് കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ്റ്റേക്ക് കാരണം കിട്ടാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ആ ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നാലെ പരിചയപ്പെടാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബയോളജി സയൻസുകാർക്കും ചോദിച്ചത് തന്നെയാണ്. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. ആൻസർ എന്താണ്? നൾ സെറ്റ്. നെക്സ്റ്റ്, എ എന്ന സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന സെറ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് എ യൂണിയൻ ബി ആൻഡ് എ ഇന്റർസെക്ഷൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എല്ലാം എഴുതണം. 2, 3, 4, 5, 6, 7, 8 വിച്ച് ഈസ് ദ ആൻസർ. എ ഇന്റർസെക്ഷൻ ബി, രണ്ടിലും കോമൺ ആയിട്ടുള്ളത്, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 2 രണ്ട് സ്ഥലത്തുമുണ്ട്. ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരുമില്ല. സോ എ ഇന്റർസെക്ഷൻ ബി സെറ്റ് 2 വിച്ച് ഈസ് ദ ആൻസർ. Next one, is the relation R equal to this one be a function? ഇത് ഫംഗ്ഷൻ ആണോ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതൊരു yes or no ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും യെസ് അല്ലെങ്കിൽ നോ എന്ന് അറിഞ്ഞുകൂടാത്തൊരു കുട്ടിക്കും ആൻസർ ചെയ്യാം. തീർച്ചയായും ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. നോ ആണ് ആൻസർ. കാരണം 2ന്റെ ഇമേജ് 4 ആണ്, വീണ്ടും 2ന്റെ ഇമേജ് 8 ആണ്. 2 എന്ന് പറയുന്ന എലമെന്റിന് 2 ഇമേജസ് ഉണ്ട്. 2ന്റെ ഇമേജ് 4ലേക്കും പോകുന്നു, 2ൽ നിന്ന് 8ലേക്കും. 2 is related to 4 and 2 is related to 8. Therefore the relation is not a function. ഇതാണ് റീസൺ ആയിട്ട് എഴുതേണ്ടത്. The element 2 has more than 1 image എന്ന് സിമ്പിൾ ആയിട്ട് എഴുതിയാലും മതി. The range of the constant function f of x equal to k. അല്ലെ, അതും ഒരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ സിമ്പിൾ ആണ്. പലരും വെറും കെ എന്ന് എഴുതി കാണും. എക്സാമിനേഷൻ അത് മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ കറക്റ്റ് ആൻസർ സെറ്റ് കെ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ. സോൾവ് ദിസ് ഇനിക്വാളിറ്റി ആൻഡ് റെപ്രസെന്റ് ദ സൊല്യൂഷൻ ഓൺ നമ്പർ ലൈൻ. അല്ലെ, തീർച്ചയായിട്ടും അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ലീനിയർ ഇനിക്വാളിറ്റിയുടെ അല്ലെ, 2x - 1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x + 1/2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 2x - 1. സോ 4x - 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, 9x + 3. എക്സിന്റെ ടൈം ഒരു സൈഡ് കൊണ്ടുവരിക, 4x - 9x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 ഇപ്പുറത്ത് വരുമ്പോൾ +2, 3 + 2 ദാറ്റ് ഈസ് 5. -5x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇനിക്വാളിറ്റി റിവേഴ്സ് ഓർഡറിൽ എഴുതണം. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -5/5. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1. എക്സിന്റെ വാല്യൂ -1 അതിനേക്കാളും വലിയ റിയൽ നമ്പർ. അപ്പൊ നമ്പർ ലൈൻ വരയ്ക്കുക, -1 അവിടെ ഡാർക്കൺ ചെയ്യുക. കാരണം ഈക്വൽ ടു ഉണ്ട്. -1നേക്കാളും വലിയ റിയൽ നമ്പർ റൈറ്റ് സൈഡിലോട്ട് ഡാർക്കൺ ചെയ്യുക. ഇത് വേറെ രീതിയിൽ എഴുതാം. ക്ലോസ്ഡ് ഇന്റർവൽ -1, അങ്ങനെയും എഴുതാം. ഇത്രയും എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. What is the total number of words formed using all the letters of the word Virat in which all vowels comes together? വിരാട് എന്ന വേർഡിലെ വൗവൽസ് ഒരുമിച്ച് വരുന്ന എത്ര വ്യത്യസ്തമായ അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആണ്? വൗവൽസ് എന്ന് പറയുന്ന ഐയും എയും അത് ഒരുമിച്ച് വരണം, ഒറ്റ ബ്ലോക്ക് ആക്കി വരണം. ബാക്കിയുള്ള എലമെന്റ് എഴുതി. അപ്പൊ നൗ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് എന്താണ്? ഇത് ഒരുമിച്ച് വരണം എന്ന് പറഞ്ഞാൽ ഇത് 1, ഇത് 2, 3, 4 മൊത്തം 4 ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ, 4 എണ്ണം ഉണ്ട്. 4ഉം ഒരുമിച്ച് എത്ര വ്യത്യസ്തമായ രീതിയിൽ അറേഞ്ച് ചെയ്യാം? 4p4. സോ 4 ഫാക്ടോറിയൽ ഇൻറ്റു I into a എന്നും എഴുതാം, തിരിച്ച് a into I എന്ന് എഴുതാം. ദിസ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 2 ways. into 2. 4 ഫാക്ടോറിയൽ 24. 24 into 2 48 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്.
ഈ സർക്കിളിന്റെ സെന്ററും റേഡിയസും നിങ്ങൾക്കറിയാം. ജി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് പകുതി -2, എഫ് എന്ന് പറഞ്ഞാൽ +2, സി എന്ന് പറഞ്ഞാൽ എന്താണ് 7. സോ ജി എഫ് സി എഴുതി കഴിഞ്ഞാൽ സെന്റർ -g, -f. സോ 2, -2. നെക്സ്റ്റ് റേഡിയസ് √g² + f² - c. ഫോർമുലയെ കൊടുക്കുമ്പോൾ √1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആൻസർ എന്താണ് 1. നെക്സ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x³ + x² + x + 1. എക്സിന് 1 കൊടുത്താൽ 1 + 1 + 1 അല്ലേ, ദാറ്റ് ഈസ് 4 എന്ന് കിട്ടും. നെക്സ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x⁻100 - 1 by x⁻50 - 1. ഇത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല, പക്ഷേ സിമിലർ ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ട് ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x⁻100 - 1 by നമുക്കൊരു ഐഡന്റിറ്റി അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ x-1 ഡിനോമിനേറ്ററിൽ വരണം. അപ്പോൾ അത് കൊടുത്തു. ഇൻറ്റു വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ അത് മൾട്ടിപ്ലൈ ചെയ്തു. ഡിവൈഡഡ് ബൈ അതേപോലെ x⁻50 - 1 ബൈ ഒരു x-1 ആവശ്യമുണ്ട് ഫോർമുല അപ്ലൈ ചെയ്യാൻ, ഒരു x-1 കൊടുത്തു. ഇനി ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം x⁻n minus a⁻n by x minus a എന്ന് പറഞ്ഞാൽ n into a⁻n minus 1. സോ 100 into a എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/99 1 എന്ത് വന്നാലും 1, അത് എഴുതേണ്ട ആവശ്യമില്ല. സോ 100 ആണ് ആൻസർ. അതേപോലെ ഇതിന്റെ ആൻസർ എന്ത് കിട്ടും? 50. അവിടെ n എന്ന് പറഞ്ഞാൽ 50 ആണ്. 100/50 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 2. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. tan x ന്റെ ഡെറിവേറ്റീവ് sec²x. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് sin x into cos x. പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ cos x ന്റെ ഡെറിവേറ്റീവ് -sin x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ cos x അതുപോലെ sin x. ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് cos x. cos cos²x ഇത് -sin²x. ഇത്രയും എഴുതിയാൽ മതി. ഫോർമുല എഴുതണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കുട്ടികളും ചെയ്ത് കാണും, സിമ്പിൾ ആണ്, അതുകൊണ്ട് തന്നെ അതിൽ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. പക്ഷേ അവിടെ ചെറിയ ഒരു മിസ്റ്റേക്ക് ഉള്ളതായി ഞാൻ മനസ്സിലാക്കുന്നു. കൺസിഡർ ദ ഫോളോയിങ് ഡാറ്റ. ഡാറ്റ തന്നിട്ടുണ്ട്. ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് 11 ഓഫ് ദ ഗിവൺ ഡാറ്റ എന്നാണ് കാണുന്നത്. ഒന്നുകിൽ അവർ ഉദ്ദേശിച്ചത് ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ, ക്യാപിറ്റൽ M ആണോ എന്നറിയില്ല, അല്ലെങ്കിൽ മീൻ, രണ്ടുമാണല്ലോ നമുക്ക് പഠിക്കാനുള്ളത്. എന്തായാലും എന്ത് രീതി ചെയ്യണം എന്ന് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് എക്സാമിനേഷന് നിങ്ങൾ മിക്കവാറും ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന രീതിയിൽ ചെയ്ത് കാണും. ചെയ്യാത്ത കുട്ടികളും നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് മാർക്ക് കിട്ടാനാണ് സാധ്യത. 3 മാർക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ 3 മാർക്സ് 8 എന്ന ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് അറ്റംപ്റ്റ് നടത്തിയ എല്ലാ കുട്ടികൾക്കും കിട്ടാനാണ് സാധ്യത. സോ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് 3 മാർക്ക് കിട്ടി എന്ന് ഉറപ്പിക്കാം. സോ ഇതിന്റെ ആൻസർ എബൌട്ട് മീൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത് അറിയാം. ആ ഒബ്സർവേഷൻ എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പൊ 88, നമ്പർ ഓഫ് ഒബ്സർവേഷൻ 8. അപ്പൊ മീൻ കാണുന്ന ഫോർമുല സം ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 11 എന്ന് കിട്ടും. അടുത്ത് മോഡുലസ് ഓഫ് x - x ബാർ. ഓരോ ഒബ്സർവേഷനെയും ഈ 11 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. തന്നിട്ടുള്ളതിനെ 11 - 4 പ്ലസ് 11 - 7 പ്ലസ് 11 - 8 എല്ലാത്തിനെയും മോഡുലസ് എടുക്കണം കേട്ടോ. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സിഗ്മ മോഡുലസ് ഓഫ് x - x ബാർ. അത് 32. സോ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണുന്ന ഫോർമുല 32/8 ദാറ്റ് ഈസ് 4 എന്ന് കിട്ടും. ഒത്തിരി കുട്ടികൾ അത് ചെയ്ത് കാണും, പക്ഷെ അത് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് ആ 3 മാർക്കും കിട്ടാനാണ് സാധ്യത. നെക്സ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഫൈൻഡ് എ കോംപ്ലിമെന്റ് ആൻഡ് ബി കോംപ്ലിമെന്റ്. എയിൽ ഇല്ലാത്തത് എന്നാൽ യൂണിവേഴ്സൽ സെറ്റിലുള്ളത് എഴുതണം. അപ്പോൾ 1 2 5 7 പോയിട്ട് ബാക്കിയുള്ളത് ഏതൊക്കെ വരും? 1 2 3 സെറ്റിനകത്ത് 3 4 6 8 10 വിച്ച് ഈസ് എ കോംപ്ലിമെന്റ്. സിമിലർലി ബി കോംപ്ലിമെന്റ് 1 3 8 7 പോയിട്ട് ബാക്കിയുള്ളത് അപ്പൊ ഏതൊക്കെ വരും? 2 4 5 6 then 9 then 10. ഇത്രയുമാണ് ബി കോംപ്ലിമെന്റ്. ആൻസർ ഞാനിവിടെ നൽകിയിട്ടുണ്ട്. ഇതിന്റെ PDF ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ എ കോംപ്ലിമെന്റ് എഴുതി, ബി കോംപ്ലിമെന്റ് കൃത്യമല്ലേ? നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എ മൈനസ് ബി. എയിൽ വേണം, ബിയിൽ പാടില്ല. അപ്പൊ 1 രണ്ടിടത്തുണ്ട്, എഴുതാൻ പറ്റില്ല. 2 ഇവിടെയുണ്ട്, അവിടെ ഇല്ല, എഴുതാം. 5 ഇവിടെയുണ്ട്, അവിടെ ഇല്ല, എഴുതാം. 7 രണ്ടിടത്തുണ്ട്, പറ്റില്ല. 2 5 9 which is the answer. A minus B 2 5 9. നെക്സ്റ്റ് വെരിഫൈ ഡി മോർഗൻസ് ലോ. A intersection B the whole complement equal to A complement union B complement. ആദ്യം A intersection B. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് കണ്ടെത്തുക. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് 1 രണ്ട് സ്ഥലത്തുമുണ്ട്. ദെൻ പിന്നെ കോമൺ ആയിട്ടുള്ളത് 7. സോ A intersection B എന്ന് പറയുന്നത് 1 7. അപ്പൊ A intersection B the whole complement എന്ന് പറഞ്ഞാൽ 1 ഉം 7 ഉം പോയിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് അല്ലേ? 2 3 4 5 6 8 9 10. നെക്സ്റ്റ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് നമ്മളിവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. രണ്ടിലുമുള്ള എല്ലാം എടുത്തെഴുതുക. രണ്ടും ഈക്വൽ എന്ന് കിട്ടി. LHS ഈക്വൽ ടു RHS. സോ വെരിഫിക്കേഷൻ ഈസ് ഓവർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റും സിമ്പിൾ ആണ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ mod x + 1. റൈറ്റ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്.
അല്ലെ, ഒരു യൂണിറ്റ് മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വി ഷേപ്പ് ഗ്രാഫ്, ജസ്റ്റ് ഇത്രയും വരച്ചാൽ മതി, പോയിന്റ് ഒന്നും കൊടുക്കണമെന്നില്ല. ഇതിന്റെ ഡൊമൈൻ ക്യാപിറ്റൽ ആർ, റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവെൽ 1, y വാല്യൂ. നെക്സ്റ്റ് അതിലും സിമ്പിൾ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. പൈ എന്ന് പറഞ്ഞാൽ 180/4 45, tan 45 വാല്യൂ എന്താണ് 1. നെക്സ്റ്റ് സൈൻ 135, കാൽക്കുലേറ്റർ കൊടുത്താൽ മതി, ഒറ്റയടിക്ക് ആൻസർ 1/√2 എന്ന് കിട്ടും. നെക്സ്റ്റ് ഷോ ദാറ്റ് sin 8x - sin x by cos 8x plus cos 6x equal to tan x, sin a minus sin b, 2 cos a plus b by 2, 8 6 14, അതിന്റെ പകുതി 7x, 2 cos a plus b by 2 into sin a minus b by 2, sin ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക, രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക x. ഇതേപോലെ താഴെ cos a plus cos b, 2 cos a plus b by 2 into cos a minus b by 2 അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. cos 7x ഉം cos 7x ഉം 2 ക്യാൻസൽ ചെയ്താൽ sin by cos that is equal to tan x എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിലെ z equal to -2 plus 3i plus 4 minus 5i represent the complex number in the form of a plus i, also find its conjugate. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കുക. 4 - 2 എന്താണ് +2, 3i - 5i that is -2i. അപ്പോൾ z സ്റ്റാൻഡേർഡ് ഫോമിലായി. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക. സോ 2 + 2i. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് കണ്ടെത്തുക എന്നാണ് അടുത്ത സബ് ക്വസ്റ്റ്യൻ. അപ്പോൾ മോഡ് z കണ്ടെത്തുക, ദാറ്റ് ഈസ് √(a² + b², 2² + 2² that is √8. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫൈൻഡ് 1/z എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ആണ് എന്ന് തിരിച്ചറിയുക. ഫോർമുല z⁻mod z². സോ 2 + 2i ബൈ ഇതിന്റെ സ്ക്വയർ 8, സെപ്പറേറ്റ് ചെയ്യുമ്പോൾ 1/4 plus i 1/4 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് വാല്യൂ ഓഫ് NC0. NC0യുടെ ആൻസർ എന്താണ്? 1, സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. നെക്സ്റ്റ്, എ ടീം ഓഫ് 3 സ്റ്റുഡൻസ് ടു ബി ഫോംഡ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് 2 ബോയ്സ് ആൻഡ് 3 ഗേൾസ്. ഹൗ മെനി വേസ് ദിസ് ക്യാൻ ബി പോസിബിൾ? മൊത്തം 5 പേരുണ്ട്, അതിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യണം. സോ ടോട്ടൽ നമ്പർ ഓഫ് വേസ്, ടോട്ടൽ 5 പേരുണ്ട്, 3 പേരെ സെലക്ട് ചെയ്യണം. 5C3 that is equal to 10 എന്ന് കിട്ടും. നെക്സ്റ്റ് അതിന്റെ സബ് കേസിൽ ആ കമ്മിറ്റിയിൽ ഒരു ബോയും 2 ഗേളും ഉണ്ടാകാനുള്ള സാധ്യത. മൊത്തം 2 ബോയ്സ് ഉണ്ട്, അതിൽ നിന്ന് ഒരു ബോയെ സെലക്ട് ചെയ്യണം. സോ 2C1 ആൻഡ് ഇൻറ്റു മൊത്തം 3 ഗേൾസ് ഉണ്ട്, അതിൽ നിന്ന് 2 വരെ. സോ 3C2. അവരുടെ പ്രോഡക്റ്റ് 6 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ചെറിയ പ്രശ്നമുള്ളതാണ് ചിലർക്കെങ്കിലും. ആദ്യത്തെ പാർട്ട് ഓക്കെയാണ്. നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1 - x the whole raised to n. ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് a plus b the whole raised to n, n+1. സോ ഇവിടെയും ആൻസർ n+1. അടുത്തത് എല്ലാ കുട്ടികൾക്കും മനസ്സിലായോ എന്ന് ഡൗട്ട് ഉണ്ട്. ദ സം ഓഫ് ദ ഇൻഡിസസ് ഓഫ് a and b in each term of the binomial expansion of a plus b the whole raised to n is answer എന്താണ്? n എന്ന് തന്നെയാണ് ആൻസർ. എത്ര കുട്ടികൾ എഴുതിയെന്ന് അറിയത്തില്ല. ഇത് ടെക്സ്റ്റിൽ ഒരു ചെറിയ സെന്റൻസ് പറയുന്നുണ്ട്, ഫസ്റ്റ് പേജിൽ തന്നെ പറയുന്നുണ്ട്. ബൈനോമിയൽ തിയറത്തിന്റെ ആ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട ഹെഡിങ്ങിന്റെ തൊട്ട് താഴെ ലാസ്റ്റ് ഒരു സെന്റൻസ് ആയിട്ട് ഈ പ്രോപ്പർട്ടി പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പാൻഡ് 2/x plus x/2 the whole raised to 4. ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 16/x⁴ plus 16/x² plus 6 plus x² plus x⁴/16. ഞാൻ ആൻസർ കീ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്, ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 15. ഫൈൻഡ് ഫോക്കൈ വെർട്ടിസസ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം മേജർ ആക്സിസ് ഓഫ് ദിസ് എലിപ്സ്. സോ ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. a² 9 b² എന്ന് പറയുന്നത് 4, a² 9 b² 4, a3 b2, c എന്ന് പറഞ്ഞാൽ √a² - b², √5. ഫോക്കൈ കാണുന്ന ഫോർമുല ±e, ആൻസർ ±√5, വെർട്ടിസസ് ±a, 0 ±3, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b²/a, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8/3. മേജർ ആക്സിസിന്റെ ലെങ്ത് 2a, 2 × 3 6. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തതും ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ അവിടെയാണ് അടുത്ത ഒരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് ഓക്കെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ലൈസ് ഓൺ XY പ്ലെയിൻ? ഒരു പോയിന്റ് XY പ്ലെയിനിലാണെങ്കിൽ അതിന്റെ Z കോർഡിനേറ്റ് 0. ഇവിടെ Z കോർഡിനേറ്റ് 0 ഉള്ള ആർക്കാണ്? ദൈവനാണ്. സോ വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി. അടുത്ത് P തന്നിട്ടുണ്ട്, Q തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്. ഫൈൻഡ് PQ, അത് നമുക്ക് കണ്ടെത്താം. അടുത്ത് QP. PQ എന്ന് പറഞ്ഞാലും QP എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. ഓക്കെ, ആൻഡ് PR
അത് ഓക്കെയാണ്. പക്ഷെ ഇവിടെ ആക്ച്വലി അവർ ഉദ്ദേശിച്ചത് പി ക്യു ദെൻ ക്യു ആർ എന്നാണ്. അവിടെ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ കുറച്ച് നിലവാരമുള്ളതായതുകൊണ്ട് വേണമെങ്കിൽ ഈ 2 മാർക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകാം, അല്ലെങ്കിൽ 1 മാർക്കെങ്കിലും നൽകേണ്ടി വരും. കാരണം അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതുകൂടെ കണ്ടെത്തിയാൽ മാത്രമേ അടുത്ത് പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റൂ. സോ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻ ആവുകയാണെങ്കിൽ 2 മാർക്ക് വരെ കിട്ടാം. സോ 3 + 2 5 5 മാർക്ക് വരെ കൊമേഴ്സ് മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്യാൻ പി ക്യു കാണുക, പി ആർ കാണുക, ക്യു ആർ കാണുക, 3 സൈഡിന്റെ ഡിസ്റ്റൻസ് കാണുക. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് ഫാക്ടറൈസേഷൻ കൂടെ ചെയ്യുമ്പോൾ ഇത് 1√14, ഇത് 2√14, 3√14. സം ഓഫ് 2 സൈഡ് ഈസ് ഈക്വൽ ടു തേർഡ് സൈഡ്. Therefore the points are collinear എന്ന് എഴുതാം. സോ ഈസി ആയിട്ട് ആ 8 ക്വസ്റ്റ്യനിൽ 6 ക്വസ്റ്റ്യൻ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. നെക്സ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ. റൈറ്റ് 6th ടേം. ഇവിടെ n-ന് 6 കൊടുക്കുക. 6 × 7 / 8. 6 × 7 / 8. സോ ആൻസർ 21/4 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് 10th ടേം ഓഫ് ദിസ് GP. ഈ GPയുടെ ഫസ്റ്റ് ടേം A1, കോമൺ റേഷ്യോ R എന്ന് പറയുന്ന 3. nth ടേം കാണുന്ന ഫോർമുല A × R⁻n−1. A1 ആണ്. R 3⁻n−1. സോ 10th ടേം എന്ന് പറഞ്ഞാൽ n-ന് 10 കൊടുക്കുക. സോ ആൻസർ 3�9. കാൽക്കുലേറ്ററിൽ കൊടുത്ത് ആൻസറിലേക്ക് എത്താം. നെക്സ്റ്റ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് സം ടു n ടേംസ് ഓഫ് ദ സീക്വൻസ് 6,66, 666 എക്സെട്ര. ആദ്യം എല്ലാം പ്ലസ് ഇട്ട് എഴുതുക, 6 പുറത്തെടുക്കുക, ദെൻ ഒരു 9 മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ ഡിവൈഡ് ചെയ്യുക, 9നെ 10-1, ഇത് 100-1 എഴുതുക. എന്നിട്ട് ആദ്യത്തെ സീരീസ് GPയുടെ സം ഉപയോഗിച്ച് എഴുതുക. അവസാനം ഈ -1 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ -n. എല്ലാ കുട്ടികളും പഠിച്ചിട്ട് പോയ ക്വസ്റ്റ്യൻ ആയിരിക്കും. പഠിക്കാത്തവർക്ക് ഈ മാർക്ക് നഷ്ടപ്പെടും, യാതൊരു സംശയമില്ല. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകേണ്ട കാര്യമില്ല. നെക്സ്റ്റ്, y = 3 ഈസ് എ ലൈൻ പാരലൽ ടു. y = 3 അതിന് പാരലൽ ആയിട്ട് വരുന്ന എന്തായിരിക്കും? y = 0, y = കോൺസ്റ്റന്റ്, അങ്ങനെ വരുന്ന ഇക്വേഷൻ ആയിരിക്കും കറക്റ്റ്. സോ നെക്സ്റ്റ്, 2 ലൈൻസ് തന്നിട്ടുണ്ട്, അതിൽ 2 പോയിന്റ് തന്നിട്ടുണ്ട്. 2 ലൈനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് x. ഇതൊക്കെ നമ്മുടെ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്. ആദ്യം സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് ലൈൻ L1 കാണുക. y2 - y1/x2 - x1 1/3. സ്ലോപ്പ് ഓഫ് സെക്കൻഡ് ലൈൻ ഇതേപോലെ 2 പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് -1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x = 4 എന്ന് കിട്ടും. നെക്സ്റ്റ്, ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ. ഈ പോയിന്റ് നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇത് x1, ഇത് y1. ഇതിന്റെ കോഎഫിഷ്യന്റ് ആണ് a, b, c എന്നെടുക്കുക. a3, b -4, c എന്താണ്? -26. ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ 5, ഡിനോമിനേറ്റർ 5, 5/5. ആൻസർ 1. ശരിയാണോ എന്ന് ഉറപ്പിക്കുക. നെക്സ്റ്റ്, എല്ലാവരും പ്രതീക്ഷിച്ച സ്ഥിരം ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലാസ് എഴുതുക, f എഴുതുക, x മിഡ് വാല്യൂ 2 തമ്മിൽ കൂട്ടുക, പകുതി എടുക്കുക. 30ന്റെ പകുതി 15, 50ന്റെ പകുതി 25 എഴുതുക. അടുത്ത f ഉം x ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, എല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതുക. അടുത്ത് fx² എന്ന് പറഞ്ഞാൽ ഈ x ഉം fx ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. 15 × 135 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, എല്ലാം കൂടെ ആഡ് ചെയ്യുക. മീൻ കാണുന്ന ഫോർമുല സിഗ്മ fx/N. ക്യാപിറ്റൽ N സം ഓഫ് ഫ്രീക്വൻസി 50, ഇത് 1350/50 27. വേരിയൻസ് കാണുന്ന ഫോർമുല സിഗ്മ f × x²/N -x⁻². 41,850/50 -x⁻27². സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 108. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന ഫോർമുല റൂട്ട് ഓഫ് വേരിയൻസ്, ദാറ്റ് ഈസ് √108 = 10.4, വിച്ച് ഈസ് ദ ആൻസർ. നെക്സ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് E തന്നിട്ടുണ്ട്, F തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ F തന്നിട്ടുണ്ട്. We have to find probability of E or F. Or means union. Probability of E plus probability of F minus probability of E intersection F. Values കൊടുക്കുക. 3 2 5, 2 plus 3 എത്രയാണ്? 5. 5 minus 1, 4/7. ഞാനിവിടെ 6 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആൻസർ കറക്റ്റ് ചെയ്യുക. ആൻസർ എന്താണ്? 4/7. 2 plus 3 5. 5 minus 1 അല്ലേ? 5 minus 1, 4/7. Next, probability of not E and not F. So probability of E complement intersection F complement. സിംഗിൾ കോംപ്ലിമെന്റ് ആക്കുമ്പോൾ ഇന്റർസെക്ഷൻ യൂണിയൻ ആകും. അടുത്ത കോംപ്ലിമെന്റ് കളയാൻ 1 - P of A complement 1 - P of A. സോ 1 - യൂണിയൻ ഞാൻ തൊട്ട് മേളിൽ പറഞ്ഞു 4/7 കേട്ടോ. 4/7. അപ്പോൾ 7 - 4 3/7 എന്ന് ഇവിടെ കറക്റ്റ് ചെയ്യുക. ഓക്കെ, സോ അതിന്റെ ആൻസർ 3/7. ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു കമ്മിറ്റി
3 പേരുടേത് സെലക്ട് ചെയ്യണം. ഫ്രം 3 men and 3 women, മൊത്തം 6 പേരുണ്ട്, അതിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യണം. സോ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റി N of S എന്ന് പറയുന്നത് 6C3. ടോട്ടൽ 6 പേരുണ്ട്, അതിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യുക. ഇനി ഫേവറബിൾ കേസ് നമുക്ക് എന്താണ് വേണ്ടത്? 3 പേരെ സെലക്ട് ചെയ്യുന്നത് 3 പുരുഷന്മാരായിരിക്കണം. മൊത്തം എത്ര പുരുഷന്മാരുണ്ട്? 3. 3ൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 3C3. സോ ഫേവറബിൾ കേസസ് 3C3, ദാറ്റ് ഈസ് 1. സോ പ്രോബിലിറ്റി ഓഫ് A എന്ന് പറഞ്ഞാൽ N of A by N of S, ദാറ്റ് ഈസ് 1/6C3. 6C3 കാൽക്കുലേറ്റർ കൊടുത്താൽ 20 എന്ന് കിട്ടും. സോ റിക്വയർഡ് പ്രോബിലിറ്റി 1/20. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറഞ്ഞു എന്ന് മാത്രം. തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒത്തിരി ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ടാലും, 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ കണ്ടാലും, ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കണ്ടാലും ഇതിലെ ഒത്തിരി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. A+ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ചിലപ്പോൾ ടഫാകാൻ സാധ്യതയുള്ളൂ. ബാക്കിയുള്ളവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഈ 5 മാർക്ക് കൂടെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഡബിൾ ഹാപ്പിയാണ്. എന്നാൽ ബയോളജി സയൻസുകാരുടെ കാര്യം അങ്ങനെയല്ല. ഇതുവരെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. ബി പോസിറ്റീവ്, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ തീർച്ചയായും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.